So, welcome back to Usha's Kutti Logam, part 2 of Mookambika Diaries. ഇതിൽ ഞാൻ കാണിക്കാൻ പോണത് നമുക്ക് ആ ഡാൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അവാർഡ് സർട്ടിഫിക്കറ്റ് പോലെ കിട്ടി. അപ്പോൾ ഇത് മാമിൻ്റെ തന്നെ ഉത്തര മാമിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും കൂടെ ഒരു ഫാമിലി സെൽഫി എടുത്തു, മാമായിട്ടും സെൽഫി എടുത്തു, കുറേ സെൽഫികളും ഫോട്ടോസും ഒക്കെ എടുത്തു, അച്ഛൻ്റെ കൂടെ എടുത്തു. അങ്ങനെ ആ ഒരു ഡാൻസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതായി. അപ്പോൾ ഞങ്ങളെന്ന് വെച്ച് പ്രസാദൂട്ടം കഴിക്കാൻ പോയി. ആ പ്രസാദം കഴിക്കാൻ പോയപ്പോൾ അന്നദാനത്തിൻ്റെ സൈഡിലാണ് നമ്മുടെ എന്താ പറയുക സൗഭർണിക നദി. അപ്പോൾ ആ സൗഭർണിക നദിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ പേരെ കാണാൻ പറ്റിയില്ല, രാത്രിയാണല്ലോ. പക്ഷേ ഇത് നല്ല വിഷ്വൽസ് ആയിരുന്നു. അപ്പോൾ ഞാനത് എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻട്രൻസിൽ നിന്ന് തന്നെ ഒരു വീഡിയോ പോലെ നിങ്ങളത് ഷോർട്സ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, അത് എടുത്തതാണ്. പിന്നെ അവിടുന്ന് ഒരു ഫ്രണ്ടിലൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടലിലേക്ക് വന്നു, നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തു, ഒക്കെ വേഷമൊക്കെ മാറി നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞു രാത്രിയിൽ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ശരിക്കും തൊഴാൻ പോയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ഞാനൊരു നല്ല സാരി കൊടുത്ത് നല്ലൊരു കമ്മലൊക്കെ ഇട്ട് ആണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ പോകാൻ പറ്റിയ കാരണം ഉള്ളിൽ കയറി തൊഴാൻ പറ്റി, ദേവിയെ കണ്ടു, തൊഴുതു, പുറത്തിറങ്ങി, എന്നിട്ട് പിന്നെ പിക്സ് എടുത്തതാണ് ഇതൊക്കെ വീഡിയോസിലും അതെ ഷോർട്സിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ അകത്ത് തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നമ്മൾ അകത്ത് തന്നെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടെ. എന്നുവെച്ചാൽ 2 ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അകത്ത് തന്നെ ഇരുന്നു, ഗോപുരമൊക്കെ തൊഴുതു, എല്ലാം നല്ലോണം തൊഴുത്. അത് കഴിഞ്ഞ് രാവിലെ ഒരു 10 കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വി ആർ ഗോയിങ് ഫോർ കുടജാദ്രി ട്രെക്കിംഗ് ഹിൽ. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ ജീപ്പിലാണ് ആദ്യം പോണത്. ജീപ്പ് കുറച്ച് ദൂരം വരെ പോവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നടന്ന് മുകളിൽ എത്തണം. അപ്പോൾ ഇതിലേക്ക് ഹിൽസിലേക്ക് പോണതിന് മുന്നേ ഈ ജീപ്പായിരുന്നു നമ്മൾ പോയത്. ഈ ജീപ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു, കണ്ടോ ബാക്കിലൊക്കെ ഇങ്ങനെ ജീപ്പ്, ശരിക്കും ജീപ്പ് പോലെ തന്നെയാണ് ഇരിക്കുക. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു ആൻഡ് ഇവരെല്ലാവരും ബാക്കിൽ ഇരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുക എത്ര കുലുക്കാണെന്ന്, എത്ര സ്പീഡിലാണ് ഇത് പോണതും എത്ര ഫാസ്റ്റാണെന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തണമല്ലോ നമുക്ക്. ദിസ് ഈസ് ലൈക്ക് ഇറ്റ് ടുക്ക് us around again 2 to 1 hour. ബയ്യണ്ടൂർ എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാന്ന് തോന്നുന്നു ഈ കുടജാദ്രി ഉള്ളത്. ഞാൻ വിചാരിച്ചേക്കണത് അമ്പലത്തിൻ്റെ അടുത്താണെന്നുള്ളതാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പം ഞങ്ങൾ എന്നിട്ട് നമ്മൾ ഈ ജീപ്പിൽ തന്നെ കുറച്ച് ദൂരം പോയി. അത് കഴിഞ്ഞ് ഈ റോഡ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ശരിക്കും വൈൽഡ് ലൈഫ് ഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തി. എന്ന് വെച്ചാൽ അത് ഇറ്റ് ഈസ് അണ്ടർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെയാണ്. സോ അവരുടെയൊക്കെ ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെയാണ്. അവിടുന്ന് പിറ്റ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ സൈനൊക്കെ ഇട്ട് എത്ര പേരാ പോണത്, ആരൊക്കെയാണ് വരുന്നത്, അവരുടെ ഫോൺ നമ്പർ ഒക്കെ നമ്മൾ എഴുതണം. അപ്പം അതൊക്കെ എഴുതിയിട്ടാണ് പിന്നെ അടുത്ത ട്രാവൽ തുടങ്ങണത്. അടുത്ത ജീപ്പ് യാത്ര എന്ന് പറയണത് അത് ഫോട്ടോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നിറച്ച് കുലുക്കായിരുന്നു. കുലുങ്ങിയായിരുന്നു അത് പോയിരുന്നത്. സോ ഐ കാൺ ടേക്ക് വീഡിയോ, ഐ കാൺ ടേക്ക് ഫോട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രെക്കിങ് ചെയ്തപ്പോഴാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ഇത് അതിൽ പോണ വഴിക്കുള്ള കുറേ വിഷ്വൽസാണ്, നല്ല നല്ല വിഷ്വൽസാണ്. എന്ന് വെച്ചാൽ മഴയാണ് പെയ്യണതും, പിന്നെ അത് മാത്രമല്ല നല്ല സീനറി, നല്ല ഹിൽ സൈഡായ കാരണം ഭയങ്കര ശാന്തത, ഭയങ്കര ഭംഗി. നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെയാണ്, നമ്മൾ മൂന്നാറിലേക്കൊക്കെ പോണ പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു അന്തരീക്ഷം. പക്ഷേ നമ്മൾ ഹിൽ സൈഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഹൈറ്റൊക്കെ പേടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പേടിയെ മാറ്റി നിർത്തി നമ്മൾ മുന്നോട്ട് ട്രെക്കിങ്ങിന് പോകാമെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഹിൽസിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു എനർജി ബെൽറ്റ് ഉണ്ട്. അത് ദേവി തന്നെ
കണ്ട സ്ഥലമാണല്ലോ, ശങ്കരാചാര്യൻ തന്നെ മെഡിറ്റേഷൻ ചെയ്ത് ദേവിയെ കണ്ട സ്ഥലമാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഹിൽസിനൊക്കെ ഭയങ്കര ഒരു എനർജി ഫീലിംഗ് ഉണ്ട്. സോ വെൻ യു ഗോ ബൈ ട്രെക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും അതേ അറിയാം, പൊതുവെ അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുമ്പോൾ ആസ് യു ഗോ മൂവിങ് ഫോർവേഡ് ദ തിങ്സ് ആർ നോട്ട് സ്മൂത്ത്, ദ പാത്ത് ഇസ് നോട്ട് സ്മൂത്ത്, ഇറ്റ് ഈസ് ഓൾവേസ് ചലഞ്ചിങ്. പക്ഷേ ആ ചലഞ്ചിനെ നമ്മളെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, അതായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ അടുത്ത ഒരു 2 hours അതായിരുന്നു. അപ്പം അതിനുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്. എത്തിയിട്ടില്ല, ഞാൻ ഈ യാത്ര ഇങ്ങനെ കുറേ ഉണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങളിതേ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ശരിക്ക് റെയിൻ കോട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചേച്ചിയൊക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ 3 പേരെ പോയുള്ളൂ, ഞാനും ചേച്ചിയും പിന്നെ മറ്റേ ഫ്രണ്ടും ചേച്ചിയും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തു. ഈ താഴെ ചുറ്റും കാണുന്ന കല്ല് അതുപോലത്തെ കല്ലുകൾ തന്നെയാണ് ഇനി അങ്ങോട്ട്. അതും സ്മൂത്ത് ആവില്ല, ചിലത് ഭയങ്കര റോക്കി ആവും. അപ്പോൾ യു ഹാവ് ടു വെൻ യു കീപ് യുവർ ലെഗ്സ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഹാവ് ദ വിൽ പവർ, ഇഫ് യു ഹാവ് ദ പെർസിവറൻസ്, യു വിൽ റീച്ച് ദെയർ. അതാണ് ശരിക്കും പറയാനുള്ളത്. എനിക്ക് ഈ ഒരു വീഡിയോയിലേക്ക് എനിക്ക് കാണിക്കാൻ പറ്റണത് ഇത്രയേ ഉള്ളൂ. ബട്ട് നേരിട്ട് കാണുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് വെരി ഹ്യൂജ്. 2 സൈഡും താഴെ പിറ്റാണ്. ലൈക്ക് യു ഡോണ്ട് നോ ഹൗ മച്ച് ഡീപ്പ് ഇറ്റ് ഈസ്. ഇറ്റ്സ് സോ ഡീപ്പ് ദാറ്റ് യു കാൺട്ട് ഈവൻ സീ വാട്ട് ഈസ് അണ്ടർ. ആൻഡ് നമ്മൾ അതിൽ കൂടെ പോയപ്പോഴാണ് ശരിക്ക് അറിയാൻ പറ്റിയത് എത്രത്തോളം ഡിഫിക്കൽട്ടിയാണ്. ഇതേ കണ്ടോ, എൻ്റെ ചുറ്റും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം താഴ്ചയുണ്ടെന്ന്. ആൻഡ് ദെൻ ഐ എം വാക്കിംഗ് ബൈ ദോസ് ദാറ്റ് സ്മോൾ pathways, very small pathways. ബട്ട് ഈവൻ ദോ ഇഫ് യു ലുക്ക് ദിസ് വിഷ്വലി, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു ഹാവ് ദ വിൽ പവർ, ഐ തിങ്ക് യു വിൽ മൂവ് ഫോർവേഡ്. ഇതാണ് ഹിൽസ്. ഇങ്ങനെ പാത്തിൽ ആൾക്കാർ വരണമുണ്ട്, ആൾക്കാർ പോകണമുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞിട്ടേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റണുള്ളൂ. അതൊരു ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ നമുക്ക് അറിയില്ല ഏത് റൂട്ടിൽ കൂടെ പോകണ്ടേ എന്നുള്ളത്. പിന്നെ ഒരു വഴി കാണുമ്പോൾ ആ വഴി കണ്ടിട്ട് അങ്ങോട്ട് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഞാൻ സേഫായിട്ട് വെക്കും. എന്നിട്ടാണ് വീഡിയോസ് എടുത്തായിരുന്നത്. ബിക്കോസ് ഐ നീഡ് ടു ബി സേഫ് ഫസ്റ്റ് ഓഫ് ഓൾ. വെൻ ഐ എം ഡൂയിങ് സംതിങ് ഐ നീഡ് ടു ബി സേഫ്, റൈറ്റ്? അപ്പോൾ സേഫായിട്ട് കാണണം. ഇനി അത്രയും ദൂരം നടക്കണം, അതാണ് കാണിക്കണത്. ഞാൻ ഈ ഒരു ഭാഗം ഞാൻ എന്ത് പറയണേന്ന് വെച്ചാൽ അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഇത്. നിങ്ങൾ ഷോർട്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുടജാദ്രിയിലേക്ക് കയറാൻ പോണതിന് മുന്നേ, വലിയ ഹില്ലും കയറുന്നതിന് മുന്നേത്തെ ഷോർട്സ് ആണ് ഇതൊക്കെ. ഭയങ്കര ലെഗ് ശരിക്കും സ്ലിപ്പറി ആവുമെന്ന് പറഞ്ഞാൽ ഷൂസ് ഇട്ട് പോയാലേ ശരിയാവുള്ളൂ. ശരിക്കുള്ള ട്രെക്കിങ്ങിൻ്റെ ഷൂസൊക്കെ, അല്ലെങ്കിൽ സാധാരണ സ്പോർട്സ് ഷൂസൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മഴ ഇസ് വെരി ഹൈ. It is said that rainy season it's very difficult to go, but we have beat the weather also. Now അത് ഞങ്ങൾ വായിച്ചിട്ടുമില്ല, ഞങ്ങളത് എവിടെയും വായിച്ചിട്ടില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് the first line they are writing that it is very difficult to cross the Kudajadri during rainy season. Best timing is January to April. ഈ സമയത്താണ് നിങ്ങൾ പോകേണ്ടത് എന്നാണ് അതിൽ എഴുതിയേക്കണത്. സോ വി ഡിഡ്ന്റ് റീഡ് ദീസ് തിങ്സ്. പക്ഷേ നമ്മൾ അവിടെ എത്തി. ഫൈനലി വി റീച്ച് ദെയർ. അവിടെ മെഡിറ്റേഷന് കുറച്ച് നേരം ഇരുന്നു. ശങ്കരാചാര്യയുടെ ഒരു വിഗ്രഹം അവിടെ ഉള്ളിലുണ്ട്. നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്തു. എന്ന് വെച്ചാൽ കുറേ നേരം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വാസ് റെയിനിങ് സോ ഹൈ. സോ വി കെയിം ഡൗൺ. താഴേക്കും അതേ ഭയങ്കര ഈ ഒരു വഴി കൂടെ തന്നെയാണ് പോകുന്നത്, അല്ലാണ്ട് വേറെ വഴിയില്ല. സോ അതും ദേ ടുക്ക് ടൈം ആക്ച്വലി. അനദർ 2 hours, അനദർ 1 hour വി ടുക്ക്. ആൻഡ് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തതാണ് ഇത്. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണ് കണ്ടാൽ അറിയാൻ പറ്റും എത്രത്തോളം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണേന്ന്. ആൻഡ് ഇറ്റ് വാസ് നമ്മളൊരു പിറ്റ് സ്റ്റോപ്പ് പോലെ എത്തി. അവിടെ ഇങ്ങനെ നമുക്ക് പരന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഡാൻസ് കളിച്ചു. അവിടെ ആദ്യം ഞങ്ങൾ വീഡിയോ എടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊരു ഡാൻസ്, നമ്മൾ മൂകാംബികയിൽ ചെയ്ത ഡാൻസ് നമുക്കൊന്ന് ചെറുതായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു.
അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയതാണ് മഴയത്ത്. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ആക്ച്വലി. പക്ഷേ ചെയ്ത് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കണ്ടോ, കാറ്റൊക്കെ കാരണം എങ്ങനെയൊക്കെയോ നമ്മൾ പിടിച്ചു നിന്നതാണ് ആക്ച്വലി. എന്നിട്ട് ആ സ്റ്റെപ്പൊക്കെ ഇട്ട് വീഡിയോ എടുത്തു. അപ്പോൾ അതിങ്ങനെ ഡാൻസ് കളിക്കണതാണ്. നല്ല നല്ല ഞാൻ അതിന് ഷോർട്ടാക്കി ശരിക്കും പറയാൻ എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇരിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ കാറ്റ് കാരണം അതിൻ്റെ ആ ഒരു ഓക്കെ ഇങ്ങനെ കാറ്റുണ്ട്. സോ ദാറ്റ് ബട്ട് അതിനെയൊക്കെ ബീറ്റ് ചെയ്ത് നമ്മൾ വെതറിനെയൊക്കെ ബീറ്റ് ചെയ്ത് ചെയ്തൊരു യുനോ ദ ആക്ടിവിറ്റി ആണെന്ന് എനിക്ക് തോന്നിയത്. സോ ഐ തിങ്ക് ദ ഹിൽസ് ഈസ് വെരി ബ്ലെസ്ഡ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ക്രോസ് ദ കുടജാദ്രി. ആൻഡ് ഓഫ് കോഴ്സ് ഞാനും അതേ ഡാൻസ് ചെയ്തു. ഞാൻ ഡാൻസ് ചെയ്തത് ചേച്ചി അതാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ വെച്ചാൽ നല്ല കാറ്റായിരുന്നു, നല്ല കാറ്റും മഴയും. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് വെരി റെയിനിങ്, ഇറ്റ് ഈസ് വെരി വിൻഡി, എവറിത്തിങ് വാസ് ദെയർ. ഐ ഡോണ്ട് നോ ഹൗ വി സർവൈവ്ഡ്. വി സംഹൗ സർവൈവ്ഡ് ഓവർ ദെയർ. പിന്നെ ലാസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു ടെമ്പിളാണ് മുകളിലുള്ളത്. ആ ടെമ്പിളിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ചുറ്റും കുറച്ച് പേരും വന്നായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റുമുള്ള ഹിൽസാണ്. ഇത് ഭയങ്കര റോക്കിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഈസ് എ വെരി ഗുഡ് ട്രിപ്പ് ദാറ്റ് ഐ വോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് എ വെരി uplifting ആക്ച്വലി. വി ബീറ്റഡ് എവറിത്തിങ്. വെതറും ഒക്കെ ബീറ്റ് ചെയ്ത് പോയൊരു ട്രിപ്പാണ്. ഫൈനലി അമ്മയുടെ കൂടെ ഒരു സെൽഫി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 3.